ഇപ്പം സമയം ഒരു 10:30 ആയിട്ടുണ്ട്. ഇതൊരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കണേ. എനിക്ക് രാവിലത്തെ ഫുഡ് നേരത്തെ കഴിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. അതാവുമ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അതൊക്കെ പോട്ടെ, ലഞ്ചിന് എന്താ ഉണ്ടാക്കണേന്ന് പറഞ്ഞില്ലല്ലേ. ഈ ഐറ്റംസൊക്കെ നന്നാക്കി വയ്ക്കണ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. സാമ്പാറാണ് ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ സ്പെഷ്യലൊന്നൊന്നുമില്ല കേട്ടോ. സാമ്പാറെന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ സാധനങ്ങളും അരിയണത് മാത്രമേ ഒരു പണിയായിട്ട് തോന്നാറുള്ളൂ. അതും അത്ര വലിയ പണിയൊന്നുമല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല സിമ്പിളാണ്. പല ടൈപ്പിലും ഞാൻ സാമ്പാർ വെക്കാറുണ്ട്. ഇന്നിപ്പോൾ വേഗം കഴിയണ ഒരു രീതിക്ക് വെക്കുന്നുള്ളൂ. വെറുതെ കുറേ ബാക്കിയാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറേ പച്ചക്കറി ഒന്നും എടുക്കാറില്ല കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മുന്നേ വെച്ചപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. അതെപ്പോഴും ഉണ്ടാവുമൊന്നുമില്ല. ഞാൻ സാധാരണ സാമ്പാറും ഉപ്പേരിയും പപ്പടവും ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇതേപോലെ മുന്നേ വെച്ച കറിയിൽ നിന്ന് വല്ല മീനോ ചിക്കനോ എങ്ങാനോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. സാമ്പാറിൻ്റെ കൂടെ അങ്ങനെ ഫ്രൈ ചെയ്ത ഐറ്റംസ് നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ, അതെപ്പോഴൊന്നുമില്ല. ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് മുന്നേ തന്നെ ഈ ചോറും കറിയും ഒക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ അത്രയും ഹാപ്പിയാണ്. ചോറ് സൈഡിൽ കൂടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാനൊരുവിധം എല്ലാ ദിവസവും റൈസ് കുക്കറിലാണ് കേട്ടോ ചോറുണ്ടാക്കണേ. പിന്നെ ഇക്കാക്ക് ഉപ്പേരി നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ദിവസവും ഞാൻ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചത് ഇക്കാടെ വീട്ടിൽ നിന്നാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് കുറേ പേരുടെയൊക്കെ കംഫർട്ട് ഫുഡായിരിക്കുമല്ലേ ഈ ചോറ്, സാമ്പാർ, പപ്പടം, ഉപ്പേരി എന്നൊക്കെ പറയണത്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ചോറ് സാമ്പാർ കൂട്ടിയൊക്കെ കഴിക്കാൻ. അങ്ങനെ സാമ്പാറിൻ്റെ പണിയൊക്കെ ഇതേ ഒരുവിധം തീരാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് പൊടികളൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കണത്. ഈ സാമ്പാർ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഇന്നിപ്പോൾ വെണ്ടയ്ക്കയാണ് ഉണ്ടാക്കണേ. അതുകൊണ്ട് വെണ്ടയ്ക്ക ആയതുകൊണ്ട് വേഗം കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഞാൻ സാധാ അരിയലൊക്കെ കൈകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ബീട്രൂട്ടിനൊക്കെയാണ് കേട്ടോ ടൈം എടുക്കുക. വെണ്ടയ്ക്ക വേഗം കഴിയാറുണ്ട്. ഉപ്പേരിയുടെ പണിയൊക്കെ വേഗം കഴിയും കേട്ടോ. ഉള്ളി ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ, വേഗം കഴിയും അതൊക്കെ. അങ്ങനെ നമ്മുടെ സാമ്പാറും വെണ്ടയ്ക്കുപ്പേരിയും ചോറും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം.